പട്ടട എന്ന ഗ്രാമത്തിൽ നടക്കുന്ന ഒരുപാട് സാധാരണക്കാരുടെ കഥ പറയുന്ന സിനിമ പെണ്ണും പൊറാട്ടും. നടനും കാസ്റ്റിംഗ് ഡയറക്ടറുമായ രാജേഷ് മാധവൻ ആദ്യമായി സംവിധാനം ചെയ്ത സിനിമ. അത് തന്നെയായിരുന്നു ഈ സിനിമയുടെ ഏറ്റവും വലിയ ബ്രാൻഡിങ്. ഒരു നടനായും കാസ്റ്റിംഗ് ഡയറക്ടറായും മലയാള സിനിമയിൽ കുറച്ച് വർഷങ്ങളായിട്ടുള്ള ഒരാളാണ് രാജേഷ് മാധവൻ. അദ്ദേഹത്തിൻ്റെ ആദ്യ സംവിധാനം എന്തായിരിക്കും എന്നറിയാനുള്ള ഒരു എക്സൈറ്റ്മെൻറ്റും എക്സ്പെക്ടേഷനും ഉണ്ടായിരുന്നു. പച്ചയായ മനുഷ്യരുടെ പച്ചയായ ജീവിതം കാണിക്കുന്ന ഒരു സിനിമയാണ് പാലക്കാട്ടിലെ പട്ടട എന്ന ഗ്രാമത്തിൽ നടക്കുന്ന ഒരു സിനിമ. ഇതിന്റെ ഹൈലൈറ്റ് നമ്മൾ കണ്ടിട്ടുള്ളായിരുന്നു 100ഓളം പുതുമുഖങ്ങളും 400ഓളം മൃഗങ്ങളും ഉള്ള ഒരു സിനിമയാണ് എന്നുള്ളത്. ഇതിലെ ഏറ്റവും വലിയ പോസിറ്റീവ് എലമെന്റ് നോക്കിക്കഴിഞ്ഞാൽ ഈ 100ഓളം പുതുമുഖങ്ങളുടെ പറഞ്ഞു എല്ലാ ക്യാരക്ടേഴ്സിനും നല്ല ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള ഒരു സിനിമയാണ്. ഇതിൽ ഒരു ആക്ടറിൻ്റെ പോലും ഒരു ക്യാരക്ടറിൻ്റെ പോലും ഇവരാദ്യമായിട്ടാണല്ലോ ഈ ആക്ടർ പെർഫോം ചെയ്യുന്നത് എന്ന് കാണുമ്പോൾ നമുക്ക് തോന്നിയില്ല. അത്ര നാച്ചുറലായിട്ട് തന്നെയാണ് ഓരോ സീനും ചെയ്തിട്ടുള്ളത്. ആളുകളുടെ മാത്രമല്ല, ഈ മൃഗങ്ങളുടെ നോക്കിയാലും ഇതിൽ നമ്മുടെ മെയിൻ താരമായിട്ട് എത്തിയിട്ടുള്ള സുട്ടു നായ ഉണ്ട്. സുട്ടുവിൻ്റെ ശബ്ദമായിട്ട് എത്തിയിട്ടുള്ളത് നമ്മുടെ മലയാളത്തിൻ്റെ സ്വന്തം ടൊവിനോ തോമസിൻ്റെ ശബ്ദമാണ്. അപ്പോൾ സുട്ടുവിലൂടെ ഉള്ള ആ ഒരു നറേഷനും സുട്ടുവിൻ്റെ പേഴ്സ്പെക്റ്റീവിലുള്ള ഒരു കഥ പറച്ചിലും ആ രീതിയിലുള്ള സിനിമ കൺവേ ചെയ്യുന്ന രീതിയൊക്കെ വളരെ ഗംഭീരമായിട്ടാണ് ചെയ്തിട്ടുള്ളത്. ആദ്യ സംവിധാനം എന്ന് ഒരിക്കലും തോന്നാത്ത രീതിയിൽ, ഇത്രയും ആക്ടേഴ്സിൻ്റെ ആദ്യ പെർഫോമൻസ് എന്ന് തോന്നിക്കാത്ത രീതിയിൽ ഇത്രയും ഗംഭീരമായിട്ട് ഈ സിനിമ ചെയ്ത് ഫലിപ്പിച്ച ഇതിൻ്റെ എല്ലാ കാസ്റ്റ് ആൻഡ് ക്രൂവിനും പ്രത്യേക അഭിനന്ദനം അർഹിക്കുന്നുണ്ട്. അത്ര ഗംഭീരമായിട്ടുള്ള ഒരു സിനിമ തന്നെയാണ്. സ്ക്രീനിൽ നമ്മൾ കാണുമ്പോഴത്തേക്കിനും നമ്മുടെ ചുറ്റും എവിടേക്കോ നടക്കുന്നതും നമ്മുടെ ചുറ്റും നമ്മൾ കാണുന്നതും കേൾക്കുന്നതായിട്ടുള്ള ഒരുപാട് മനുഷ്യരും അങ്ങനെയുള്ള ഒരുപാട് മുഖങ്ങളും ഒക്കെയാണ് ഈ സിനിമയിൽ കാണുന്നത്. ഒരുപാട് ചിരിക്കാനുണ്ട്. ഒരു ഫുൾ ഓൺ ഫുൾ ഒരു എൻ്റർടൈനർ ആണ്. ഒരുപാട് ചിരിപ്പിക്കുന്നുണ്ട്, അതോടൊപ്പം തന്നെ ഒരുപാട് ചിന്തിപ്പിക്കുന്നുമുണ്ട്. റോ ആയിട്ടുള്ള സിനിമകൾക്ക് ഒരു പ്രത്യേക സ്ഥാനം കൊടുക്കുന്നവരാണ് നമ്മൾ മലയാളി പ്രേക്ഷകർ. ഇപ്പോൾ തിങ്കളാഴ്ച നിശ്ചയം പോലുള്ള സിനിമകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അത് വളരെയധികം നമുക്ക് കണക്റ്റഡ് ആവുന്ന തരത്തിലുള്ള റോ ആയിട്ടുള്ള ഒരു കഥ പറച്ചിലായിരുന്നു. അതുപോലെ തന്നെയാണ് ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ പച്ചയായ മനുഷ്യരുടെ പച്ചയായ ജീവിതമാണ് ഈ സിനിമ കാണിക്കുന്നത്. സിനിമ കണ്ടിറങ്ങുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഒരു പോസിറ്റീവായിട്ട് നമുക്ക് കണ്ടിറങ്ങാനായിട്ട് പറ്റും. എല്ലാവരും ഹോപ്പിനെ തേടിയാണ്. നമുക്ക് നാളെ എന്തായിരിക്കും, നമ്മുടെ അപ്പുറത്തെ സൈഡ് എന്തായിരിക്കും എന്നുള്ളത് നമുക്കൊരിക്കലും അറിയില്ല. അതിനെ തേടിയുള്ളൊരു യാത്രയിലൂടെയാണ് നമ്മളെല്ലാവരും ഇപ്പോൾ കടന്നു പോകുന്നത്. അത് ഈ ഒരു 2-2.5 മണിക്കൂറിൽ വിഷ്വലി കൺവേ ചെയ്യുക എന്ന് പറയുന്നത് ഒരു ബ്രില്യൻ്റ് അറ്റംപ്റ്റ് തന്നെയായിരുന്നു. ഒരു ഫുൾ ഓൺ കൊമേഴ്ഷ്യൽ എൻ്റർടൈനർ. തിയേറ്ററിലിരുന്ന് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചിരിക്കാനും ചിന്തിപ്പിക്കാനും ഉള്ള എല്ലാ എലമെൻസും പെണ്ണും പൊറാട്ടും എന്ന ഈ സിനിമയിലുണ്ട്. ഇതിൻ്റെ കാസ്റ്റ് എല്ലാം പുതുമുഖങ്ങളാണെങ്കിലും ക്രൂ നോക്കിക്കഴിഞ്ഞാൽ, ക്രൂവിൻ്റെ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ എല്ലാം മലയാള സിനിമയിൽ ഇപ്പം ടോപ്പിൽ നിൽക്കുന്ന ആൾക്കാരൊക്കെ തന്നെയാണ്. ഇതിൻ്റെ റൈറ്റർ രവിശങ്കർ, ഭീഷ്മപർവ്വത്തിൻ്റെയും റാണി പത്മിനിയുടെയും ഒക്കെ റൈറ്ററായിരുന്നു. അദ്ദേഹം അടുത്തതായിട്ട് എഴുതിയൊരു സിനിമ. അതുപോലെ തന്നെ ഇതിൻ്റെ എഡിറ്റർ ചമൻ ചാക്കോ, മലയാളത്തിലെ ഇപ്പം മോസ്റ്റ് വാണ്ടഡ് എഡിറ്റേഴ്സിൽ ഒരാളാണ്. ചമൻ ചാക്കോ ആണ് ഇതിൻ്റെ എഡിറ്റിങ്ങും ചെയ്തിട്ടുള്ളത്. സോ എല്ലാം കൊണ്ടും തിയേറ്ററിൽ മിസ് ചെയ്യാൻ പാടില്ലാത്ത ഒരു സിനിമ തന്നെയായിരിക്കും ഈ ഒരു സിനിമ. പുതിയ ആർട്ടിസ്റ്റുകളാണല്ലോ എന്ന് വിചാരിച്ചത് തിയേറ്ററിൽ നിങ്ങൾ മിസ് ചെയ്ത് കഴിഞ്ഞാൽ വലിയൊരു ലോസ് തന്നെ ആയിരിക്കും. സോ എല്ലാവരും തിയേറ്ററിൽ പോയി തന്നെ കാണുക. കണ്ടവരെ നിങ്ങളുടെ അഭിപ്രായം കൂടെ അറിയിക്കുക.